അപ്പൊ ഇനി നമുക്ക് അടുത്തത് ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചൊരു പുലിയെ പരിചയപ്പെടാം. ഓക്കെ ചേട്ടാ, ഹായ്, എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. വേഷമൊക്കെ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ കുറച്ചുകൂടി ഉണ്ട്, മേക്കപ്പ് ചെയ്യാനുണ്ട്. ഇനി മീശ വരയ്ക്കണം, മേക്കപ്പ് എല്ലാം ഉണ്ട്. ഈ മീശയൊക്കെ പഠിച്ചു കളയും. ഇല്ലില്ല, ഇവിടെ ഓക്കെ, വരയ്ക്കാനുണ്ട്. വരയ്ക്കാനുണ്ട് കുറച്ച്. ഇതെന്താ ഇങ്ങനെ ഇവിടെ? അതൊരു വെറുതെ വെറൈറ്റികള്. ഞാൻ ഇറങ്ങുമ്പോൾ നമ്മള് മുഖംമൊടി വയ്ക്കും, തൊപ്പി മുഖംമൊടിക്ക് ഉണ്ടാവും. കൂളിംഗ് ഗ്ലാസ് വെച്ച പുലിയാണ്, എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, നല്ല നല്ല ഓണക്കെല്ലാം അടിച്ചു പൊളിക്കണം. ഓക്കെ, എത്ര നാളായി വേഷം കെട്ടാൻ? ഒരു 36 കൊല്ലായി, 36 വർഷമായി. 36 വർഷോ? ഞാൻ കുട്ടിക്കാലത്തോട്ട് തുടങ്ങിയതാ. അപ്പൊ കുഞ്ഞിലെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഇപ്പം എങ്ങനെയുണ്ട് ആ ഒരു വ്യത്യാസം? എന്താ ആ സമയം നമുക്കൊരു ജോലിയാണ്. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ പുറത്തേക്ക് പരിപാടിക്ക് പോകുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾ ചെയ്യാറുണ്ട്. കല്യാണ വർക്കുകൾ, പടം വരച്ചിട്ട് ചക്കനും പെണ്ണിനും പടം വരച്ച് ചെയ്യാറുണ്ട്. ഓരോ പ്രോഗ്രാമുകളുണ്ട്. ഈ ചെറുക്കൻ്റെ പെണ്ണിനും പടം വരയ്ക്കുന്നത് അതെന്താ സംഭവം? അത് ഞാൻ ഓരോരുത്തർ വിളിക്കും, കല്യാണത്തിന് വിളിക്കും. ചക്കനും പെണ്ണും അപ്പുറത്ത് വരച്ചിട്ട് അപ്പുറത്ത് നിൽക്കും. അപ്പോൾ ഒരു ഇതായി ഗുമ്മായി. അപ്പം ഈ കല്യാണം ഏത് ഭാഗത്തു നിന്നൊക്കെ അങ്ങനെ കല്യാണം വിളിക്കും? ബാംഗ്ലൂർ പരിപാടികളാ. വിളിക്കുമ്പോൾ കല്യാണ വീട്ടിലേക്ക് വിളിക്കും. ഞങ്ങൾ പോവും, ചക്കനും പെണ്ണിനും വരയ്ക്കും, രണ്ടുപേര് പോവും. ഇത് എന്താ വേറെന്താ വർക്ക് ചെയ്യുന്നത്? എന്താ? ഞാൻ ആദ്യം വർക്ക് ചെയ്തത് സിനിമ തിയേറ്ററിലാണ്, രാംദാസ് തിയേറ്ററിൽ. എനിക്ക് സിനിമ പ്രാന്താണ്. സിനിമ പ്രാന്തും ഈ പുലിക്കളി ഡാൻസ് ഒക്കെ പോകാറുണ്ട്. അതിപ്പോൾ അതിൽ വന്ന് പൊട്ടു. ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് ഒരു 1.5 കൊല്ലം ഇറങ്ങിക്കണ. ഒരു കൊല്ലം തൊട്ട് വർക്കായിരുന്നു. അപ്പൊ ഈ ഇങ്ങനെ വയറ് ഇതൊക്കെ വരുമ്പം ആരെങ്കിലും എവിടെയെങ്കിലും ബോഡി ഷേമിങ് നേരിട്ടിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ സ്വയം തന്നെ വീട്ടിൽ മരുന്നുകളും കാര്യങ്ങളും വന്നില്ല. ആയുർവേദ മരുന്നുകൾ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില വെള്ളം കുടിക്കും. അങ്ങനെ ഓരോ സംഭവമുണ്ട്. വയറ് കുറയ്ക്കാൻ നോക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ സീസൺ കഴിയുമ്പോൾ കുറച്ച് നമ്മൾ ഇരിക്കുമല്ലോ, അപ്പോൾ വേറെ ജോലിക്ക് പോകില്ല. അപ്പോൾ ജോലിക്ക് പോകുമ്പോൾ കറിവേപ്പില വെള്ളം ഡെയിലി കുടിക്കും. അപ്പോൾ വയറൊക്കെ ചുരുങ്ങും. ഇത് ആരെങ്കിലും ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ടോ? കളിയൊക്കെ നമുക്ക് നോക്കണ ആവശ്യമില്ല. നമ്മുടെ ജീവിത മാർഗമല്ലേ, നമ്മളുടെ കലയല്ലേ. ഇപ്പം എത്ര വയറന്മാരുണ്ട്, മനുഷ്യനല്ലേ. നമുക്ക് ദൈവം കൊടുക്കണമല്ല, ഇതാവില്ലല്ലോ. അപ്പൊ ഇതിപ്പോ എത്ര ഈ പുലിക്കളിക്ക് വേണ്ടിയിട്ടാണോ ചേട്ടൻ ഇതിങ്ങനെ വയറ്? അങ്ങനല്ലേ, നമ്മൾ പണ്ടൊക്കെ സ്കെൽറ്റേ പുലികൾ എന്നെല്ലാവരും. പിന്നെ ഇങ്ങനെ കാലങ്ങൾ പറയപ്പോൾ ഞാനും മാറിയതുപോലെ തന്നെ വയറ് വെച്ചു. എന്നും ഓരോ പോലെ ആവില്ലല്ലോ. ഇപ്പൊ എത്ര വർഷം? 36 വർഷം വരെ കളിച്ച ആൾക്കാരുണ്ടോ ഇപ്പോഴും കളിക്കുന്നുണ്ടോ? മരിച്ചു പോയിട്ടുണ്ട്. എൻ്റെ അച്ചാച്ചന് കളഞ്ഞ പാരമ്പര്യ ആൾക്കാരാ, എൻ്റെ അമ്മയുടെ ആൾക്കാർ, ഫുൾ ഫാമിലി പുലിക്കളിയുടെ ആൾക്കാരാണ്. പുലിമണം പറയുന്ന ആൾക്കാരാ. അമ്മ അവരെ കളിക്കും. അപ്പം ഇപ്പൊ ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ടല്ലോ കളിക്കാൻ, എന്താ പറയാ? അത് നല്ലതാണ് വരുന്നത്. പക്ഷേ നമ്മൾ പഴയ രീതിയിൽ ആള് പോലെ വരില്ല. വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അവർക്ക് പ്രോത്സാഹിപ്പിക്കണല്ലോ, അവര് കളിച്ചു വരട്ടെ, ഉഷാറാവട്ടെ. എന്താ ഇത്തവണത്തെ പുലികളിൽ പ്രതീക്ഷിക്കുന്നത്? എന്താ പ്രതീക്ഷിക്കുന്ന 7 ടീമുണ്ടല്ലോ, അതിൽ പോരാട്ടം. ഭാഗ്യം പ്രൈസ് കിട്ടും. എല്ലാ ടീം കഷ്ടക്കെട്ടെങ്കിലും നിൽക്കണ. നമ്മളിപ്പോൾ കഴിഞ്ഞ 2ാം സ്ഥാനം എടുത്തുകൂടാ, അതിനിപ്പോൾ 1ാം സമ്മാനം എടുത്തു. ഈ കൊല്ലം പറയാൻ പറ്റില്ലല്ലോ. ഇത് വരയ്ക്കുമ്പോ എന്തെങ്കിലും ശരീരത്തിന് സ്കിന്നിന് എന്തെങ്കിലും ഇതുവരെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഇനി ഉണ്ടാകുന്ന പറയില്ല, കൊല വർഷങ്ങൾ പറയില്ലേ. നിങ്ങൾ ഡിമാൻഡ് ചെയ്യോ എനിക്ക് ഇങ്ങനത്തെ പുലി വേണം? അന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോൾ എന്നെ കരിമൂലൊക്കെ ഇപ്പം ഈ 50 പുലികളിൽ മുംബൈയിലാണ് എന്നെ കളിപ്പിക്കുക. ആ ചോട് വെച്ച് കളിക്കും മേളത്തിനനുസരിച്ച്. എന്നെ കളിച്ചിട്ട് ഇങ്ങനെ കളിച്ച് കയറി വരും. ഞാൻ മുമ്പിലുണ്ടാവും, ഒരു 50 പുലിയുടെ ബാക്കിൽ ഞാൻ ഒറ്റയ്ക്ക് കളിച്ച് ഇങ്ങനെ പോകും. ഒരാവേശമാണ് പുലിക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഓരോ വർക്കളൊക്കെ പോവും, അല്ലാതിനും പോവും. വയറിലായി നമ്മളല്ല പോലെ വയറിലാവളാ. ഇത് തൃപ്പൂണിത്തുറ കഴിഞ്ഞ വന്ന ഒരാൾ വിട്ടതപ്പോ ഒരാള് ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു? ദാസൻ. ഓക്കെ, അപ്പൊ ഇത്തവണ ഫസ്റ്റ് കിട്ടട്ടെ.